ഹായ്, എല്ലാവർക്കും നമസ്കാരം. കലിങ്ങാടി ഡിസൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറയുന്നു. നമ്മളപ്പോൾ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇന്നിട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കലിങ്ങാടി ഡിസൈനിൽ ഒരു ഷർട്ട് കട്ടിങ്ങിൻ്റെ വീഡിയോ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാനാണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റിച്ചിലേക്ക് കിടക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തിരുന്നത് അകത്തോട്ട് മടക്കി ഒരു പ്രാവശ്യം മടക്കി ഒന്നുകൂടി അകത്തോട്ട് മടക്കി ഇങ്ങനെ കറക്റ്റ് ഇതിങ്ങനെ വെച്ച് നമ്മൾ ആദ്യം കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് എല്ലാവിടെയും ഒരേപോലെ വീതിയാക്കുക. അതിനുശേഷം ഇങ്ങനെ തേച്ചെടുക്കണം. വേണ്ട, ഇത് നമ്മൾ തേച്ച് വച്ചേക്കുന്നതാണ് ഒരു ഭാഗം. നമ്മുടെ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ഭാഗമാണിത്. ഇനി അടുത്ത വശം നമ്മൾ അകത്തോട്ട് വച്ച് തേച്ചിങ്ങനെ ഫിനിഷിങ് ആക്കി എടുക്കണം. ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. നമ്മുടെ ഹുക്ക് വരുന്ന ഭാഗം, നമ്മുടെ ഹുക്ക് ഇടുന്ന, അതായത് നമ്മൾ ഷർട്ടിൽ ഈ ഹുക്ക് അടിക്കുന്ന ഭാഗം അകത്തോട്ട് വേണം ഇതിൻ്റെ പടി അടിക്കാൻ. അതുപോലെ നമ്മൾ ഹുക്കിടുന്ന ഈ ഹോൾ വരുന്ന ഭാഗം പുറത്തേക്ക് വേണം അതിൻ്റെ അടുപ്പ് വരാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വച്ചതിന് ശേഷം ഇങ്ങനെ പുറത്തേക്ക് വേണം, നല്ല വശത്തേക്ക് വേണം അത് അടിക്കാനായിട്ട്. അങ്ങനെയാണ് ഷർട്ട് അടിക്കുന്നത്. അതുകൂടി ഒന്ന് ബിഗിനേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. നമ്മളിങ്ങനെ അടിച്ച് എല്ലാം തേച്ചതിന് ശേഷം വേണം അടിക്കാൻ. നമ്മളപ്പോൾ ആദ്യമായിട്ട് ഇനി ഷർട്ടിൻ്റെ നമ്മളിങ്ങനെ മടക്കി തേച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ ഭാഗങ്ങൾ ആദ്യം അടിച്ച് വയ്ക്കുകയാണ്. എല്ലാം ഇങ്ങനെ അടിച്ച് പോയിട്ടുണ്ട്. അടുത്തത് നമുക്ക് പുറം വശത്തേക്ക് തിരിച്ചുള്ള ഭാഗം മുകളിൽ നിന്ന് തന്നെ അടിച്ചു പോകാം. ഇതിനകത്ത് ലൈൻസൊക്കെ ഇങ്ങനെ കുരുകുരാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് ഭയങ്കര കണ്ണിന് ഭയങ്കര ഒരു അസ്വസ്ഥതയായിരിക്കും. നമ്മൾ ശ്രദ്ധിച്ചടിക്കണം. ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തും അടുപ്പ് വരണ്ടോന്ന് ശ്രദ്ധിക്കണം. രണ്ട് വശത്തേക്ക് നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ബാക്ക് വശത്ത് ഷോൾഡർ. ഷോൾഡറുകൾ തമ്മിൽ അറ്റാച്ച് ചെയ്യണം. ഇതിൻ്റെ നടുക്ക് വശത്ത് വെച്ച് കൊടുക്കുക. കാരണം നമ്മൾ വെട്ടിയെടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസങ്ങളും വേരിയേഷനുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം ഈ നല്ല വശം ഇതിൻ്റെയും സെൻറ്ററിൽ ഒരു മാർക്ക് ചെയ്യാം. കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ വേണം നമുക്ക് അടിച്ചെടുക്കാനായിട്ട്. അതിനാണ് സെൻറ്ററിൽ വെച്ച് കൊടുക്കുന്നത്. ഇവിടെ വെച്ച് ആദ്യം നമ്മളൊരു സ്റ്റിച്ച് ചെയ്യാം.
ബിഗിനേഴ്സ് ആകുമ്പോൾ ആദ്യം ഇവിടെ ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം വേണം അടുത്ത ബാക്ക് സൈഡിൽ നമ്മളിതുപോലെ തന്നെ ഒരു പീസും കൂടി ഉണ്ട്, അതിങ്ങനെ മടക്കിയതിന് ശേഷം ഇവിടെയും സെൻറ്ററിൽ ഒരു വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റായിട്ട് മൂന്നും കൂടി കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം വേണം എല്ലാത്തിൻ്റെയും സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് ഇവിടെ യോജിപ്പിച്ച് വയ്ക്കാം. ഒരു 1/4 ഇഞ്ചിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് 3 ഭാഗവും കറക്റ്റായിട്ട് തന്നെ വരാൻ പാകത്തിന് പിടിച്ച് അടിച്ച് പോകണം. വലിച്ചു പിടിക്കരുത്, വലിച്ചൊരു കാരണവശാലും വലിച്ചു പിടിച്ചടിക്കരുത്. ഇങ്ങനെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ ആദ്യം ഒരു വശം ഇങ്ങനെ അടിച്ചു വെച്ചതിന് ശേഷം മറ്റേതും കൂടി വെച്ച് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോയാൽ മതി. അതിന് ശേഷം ഇത് തിരിച്ചിട്ടിട്ട് ഒന്ന് തേച്ചിട്ട് വരണം. തേച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ പ്ലസ് അടിപ്പ്. ഇതിന് ശേഷം ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ പതിച്ചടിക്കുകയാണ്. നമ്മൾ തേച്ചതിന് ശേഷം ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ടിരിക്കും. എല്ലാ ഭാഗങ്ങളും തേച്ച് അടിക്കാൻ ശ്രമിക്കുക. ഇതൊരു പ്രത്യേക തരം ഡിസൈനാണ്. കണ്ണ് ഭയങ്കരമായിട്ട് ഇതായി പോകും നമ്മൾ. അപ്പം നല്ല വശം ഏതാണെന്നും ചീത്ത വശം ഏതാണെന്നും നോക്കി വേണം നമുക്ക് അടിച്ച് മറിക്കാനായിട്ട്. ഇനി ഈ ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ കുറച്ച് കൂടുതലൊക്കെ വരും. അത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷം ഫ്രണ്ടും ബാക്കും നമ്മൾ നല്ല ഭാഗത്ത് നിന്ന് ഫ്രണ്ട് അപ്പോൾ ഇങ്ങനെ വച്ച് നോക്കാം. വച്ച് നോക്കിയിട്ട് നമ്മൾ തിരിച്ച് വരുമ്പോൾ ഈ കറക്റ്റ് ഈ വശത്താണോ ഇത് വരുന്നതെന്ന് നമ്മളിങ്ങനെ മേത്ത് വെച്ച് നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെ നമ്മുടെ ഏത് വശത്താണോ ഈ പടി തിരിഞ്ഞ് വരേണ്ടത്, അതായത് ഇത് നമ്മൾ ബട്ടൺ ഹോൾ അടിക്കേണ്ട പടിയാണ്, അത് ഫ്രണ്ടിലോട്ട് തിരിഞ്ഞ് വരണം. അത് കറക്റ്റ് സൈഡിൽ തന്നെയാണോ നമ്മൾ ഇടുന്നതെന്ന് അറിയണമെങ്കിൽ ഇതിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ തിരിച്ച് വെച്ച് നോക്കിയാൽ മതി, ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ അത് കറക്റ്റ് ആക്കിയതിന് ശേഷം വേണം നമ്മളിവിടെ സൈഡ് അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റാക്കി വെച്ചതിന് ശേഷം വേണം നമ്മളിവിടെ അടിക്കാനായിട്ട്. ഒരു വശം ഇങ്ങനെ, ഇത് നമ്മൾ ആദ്യം അടിച്ച 2 പീസുകളിൽ ഒരു വശം ഇങ്ങനെ, ഇത് ഷർട്ടിൻ്റെ മുകളിലുള്ള പീസ് നമ്മുടെ നല്ല വശത്തേക്ക്
നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ശേഷമാണ് ഇങ്ങനെ അടിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ വെച്ച് ഈ കഴുത്തിൻ്റെ വശത്തേക്ക് ഇങ്ങനെ അടിച്ചെടുക്കുക. ഒരു പ്രാവശ്യം കൂടി ഒരു അടിപ്പ് കൊടുത്തേക്കുക. രണ്ടടിപ്പ് കൊടുത്തതിന് ശേഷം രണ്ടും ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ ഈ അടിവശങ്ങൾ രണ്ടും കൂടി അടിച്ചതിന് ശേഷം അടിവശത്ത് നിന്ന് നമ്മളിങ്ങനെ മടക്കി റോൾ ചെയ്ത് കൊണ്ടുവരാം. റോൾ ചെയ്ത് വരുമ്പോൾ ഒരു ഭാഗം ഇങ്ങോട്ടും ഒരു ഭാഗം ഇങ്ങോട്ടും പിന്നെ നടുക്കാക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യം നമ്മൾ ഫ്രണ്ട് വശം ആദ്യത്തെ പീസിൽ അടിച്ചു വെച്ചു. അതിനുശേഷം ബാലൻസ് പീസ് നമ്മൾ ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു, അതിങ്ങനെ മടക്കിയതിന് ശേഷം ഇങ്ങനെ വെച്ച് ഷർട്ടിൻ്റെ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടാൽ സിമ്പിളായിട്ട് അടിക്കാവുന്നുള്ളൂ. ഷർട്ട് സിമ്പിളായിട്ട് എല്ലാവർക്കും അടിക്കാം. ഇതേപോലെ തന്നെ ചുളിവുകളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വേണം നമ്മളിതിങ്ങനെ ഇവിടെ ജോയിൻ ചെയ്ത് കറക്റ്റ് നമ്മൾ നേരത്തെ അടിച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ ആദ്യമായിട്ട് അടിക്കുന്നവരൊക്കെ ഒരെണ്ണം അടിച്ച് തീർന്നിട്ട് നിവർത്തി നോക്കിയതിന് ശേഷം വേണം അടുത്ത സൈഡും അടിക്കാനായിട്ട്. 2 അടിപ്പ് അടിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിതിങ്ങനെ നിവർത്തി നോക്കുക. ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുന്നത് കണ്ടോ. ഇപ്പോൾ നമ്മുടെ ഈ പീസ് ഓക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മളിങ്ങനെ പതിച്ചൊരടി അടിച്ചു കൊടുക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ ഇങ്ങനെ വരുന്ന വശത്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത വശം. അതിനുശേഷം നമ്മളിവിടെ ഇങ്ങനെ ഇതിങ്ങനെ ഷോൾഡറിൻ്റെ മുകളിൽ ഒന്ന് പതിച്ചടിക്കുകയാണ്. ഇപ്പുറത്തെ സൈഡിലും ഷോൾഡറിൻ്റെ മുകളിലായിട്ട് നമ്മളിങ്ങനെ പതിച്ചടിപ്പ്. പതിച്ചടിച്ച് 2 സൈഡും അടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കുക. ഇവിടെ ഒരല്പം കൂടുതൽ വന്നിട്ടുണ്ട്, അത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത്, അതുകൊണ്ടാണ് നമ്മൾ കറക്റ്റ് 1/2 ഇഞ്ച് തന്നെയാണ് കുഴിച്ച് വെട്ടിയിട്ടുണ്ടായുള്ളൂ. എന്തെങ്കിലും എക്സ്റ്റെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ കറക്റ്റായി കിട്ടും. ഈ 2 ഭാഗങ്ങൾ ഇവിടെ നമ്മൾ വെട്ടിക്കളയാണ്. അതിനുശേഷം കഴുത്ത് നമുക്കൊന്ന് അളന്ന് നോക്കണം, എത്രയാണ് കോളർ കിട്ടിയേക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്.
നമുക്ക് കോളർ ഒന്ന് അളന്ന് നോക്കാം, എത്ര ഇഞ്ച് കോളർ നമുക്ക് വേണം എന്നുള്ളത്. അതിന് ശേഷം വേണം നമ്മൾ കോളർ വെട്ടിയെടുക്കാൻ. നമ്മളിങ്ങനെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം 7 ഇഞ്ചാണ് നമുക്ക് കോളർ വേണ്ടത്. കോളറിൻ്റെ പട്ട, അതായത് അടിയിൽ വന്ന പട്ട ഭാഗം വേണ്ടത് 7 14 ഇഞ്ചാണ്. 7 6.25 എടുത്താലും 6.25 ഒരു പോയിൻ്റ് കൂടി വരുന്നുള്ളൂ, 7 തികച്ച് വരുന്നില്ല. നമുക്ക് നോക്കാം, ഇതിങ്ങനെ വച്ച് തന്നെ നോക്കണം കറക്റ്റായിട്ട്. ഇങ്ങനെ നമുക്ക് എത്രയാണോ നമ്മൾ തയ്യൽ തുമ്പിട്ട് അടിക്കുന്നത് അത്രയും തയ്യൽ തുമ്പിൽ തന്നെ വെച്ച് വേണം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകാനാണ് കേട്ടോ. അരമുക്കാലും ഒരു പോയിൻറ്റും വരുന്നുണ്ട്. 7 ഇട്ട് നമുക്ക് കട്ട് ചെയ്യാം. സൈഡൊക്കെ ഇങ്ങനെ അടിച്ച് വരുമ്പോൾ കറക്റ്റ് ആയിക്കോളും. നമ്മളിങ്ങനെ ഒരു കോളർ പിടിപ്പിക്കാനുള്ള വക്കറാണിത്, അതായത് സ്റ്റിഫ് ഇങ്ങനെ നമ്മൾ 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 2 ആയിട്ട് നമുക്ക് ആവശ്യത്തിന് ഇതിൽ 2 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിന് ശേഷം ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുകയാണ്. താഴെ മാർക്കിങ് കൊടുത്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് മേളിലേക്ക് വീണ്ടും ഒരു മാർക്കിങ് കൊടുക്കണം. മുക്കാലും ഒരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. മുക്കാലും ഒരു പോയിൻറ്റും ഇവിടെ ഇങ്ങനെ മാർക്ക് കൊടുക്കണം. അവിടെ നിന്ന് വീണ്ടും നമ്മളിങ്ങനെ കറക്റ്റായിട്ടൊരു വര വരച്ചതിന് ശേഷം മുകളിലോട്ട് നമുക്കിവിടെ വേണ്ടത് 7-ന് ഒരു പോയിൻ്റ് കുറവുള്ളൂ. നമ്മളത് 7 ആക്കി തന്നെ എടുക്കുകയാണ്. ഇവിടെ വരെ വേണം. ആറേകാൽ ഒരു പോയിൻ്റാണ് നമ്മൾ കോളറിന് വേണ്ടി നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. 6.25 ഒരു പോയിൻ്റ്. അതിനുശേഷം 2 ഇഞ്ച് അല്ലെങ്കിൽ 1.25 ഇഞ്ച് കോളർ നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു വര കൊടുക്കാം. മുക്കാലും ഒരു പോയിൻറ്റും ഇവിടെ അടയാളപ്പെടുത്തി ഇവിടേക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര വരക്കുകയാണ്. അതിനുശേഷം താഴത്തോട്ട് 1/4 ഇഞ്ച് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെയും ഇങ്ങോട്ടൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. തള്ളി മുകളിലോട്ടും 1/4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിന് ശേഷം ഈ വരകൾ രണ്ടും കൂട്ടി യോജിപ്പിക്കുക. താഴത്തോട്ടും 1/4 ഇഞ്ച്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഷേപ്പ് കൊടുക്കണം. ഇതിൻ്റെ പകുതി, അതായത് നമ്മൾ 6.25 ഒരു പോയിൻ്റ് എടുത്തതിൻ്റെ പകുതി എത്രയാണെന്ന് നോക്കുക.
ഒരു പോയിൻറ്റുമാണ് ഇവിടെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടേക്ക് നമ്മളിങ്ങനെ ഒരു സ്ട്രെയിറ്റായിട്ട് ചെറിയൊരു കർവ് ഇങ്ങനെ ഒരു കർവ് കൊടുക്കുക. ഇനി ഇവിടെ നിന്നിങ്ങനെ ഒരു കുനിപ്പ് വേണം എന്നുള്ളവർക്ക് ഇങ്ങനെ ഈ 1/4 ഇഞ്ചിലേക്ക് ഇവിടെ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ കോളറ് കുനിപ്പൊക്കെ വെച്ച് ചെയ്യുന്നവർക്ക് ഇതിങ്ങനെ 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നിന്നതുപോലെ തന്നെ ഇങ്ങനെ ആ 1/4 ഇഞ്ച് ഇതിനകത്തേക്ക് മാർക്ക് ചെയ്യും. ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇതേപോലെ മാർക്ക് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ പുതിയ മോഡൽ നെക്കൊക്കെ വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഈ കുനിപ്പ് ഒരുപാട് ഇങ്ങനെ കൊടുക്കാറില്ല. ഈ കുനിപ്പ് ഞാൻ ഇപ്പോൾ കൊടുക്കാറില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിന് ഒത്തിരി കുനിപ്പുകളൊന്നും ഇഷ്ടമല്ല. അപ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരഞ്ഞു പോകണം. ഇവിടെ നിന്ന് 1/4 ഇഞ്ചുള്ള ആ ഒരു ചെറിയ കുനിപ്പ് മാത്രം ഇടുന്നുള്ളൂ. പഴയ മോഡൽ ഷർട്ടിനാണ് നമ്മളിങ്ങനെ കൂർപ്പിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഉള്ള ഷർട്ടിൻ്റെ കോളർ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ 1/4 ഇഞ്ച് ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. അതിവിടേക്ക് നമ്മൾ 7 ഇഞ്ച് കോളറിൻ്റെ ഇത് നീട്ടിയ ഭാഗത്തേക്ക് നമ്മൾ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടുന്ന്. അതിനുശേഷം താഴെ നിന്ന് ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് ഒരു 1/4 ഇഞ്ച് നമ്മളിങ്ങനെ മുകളിലോട്ട് മാർക്ക് ചെയ്യണം. ഇവിടെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഈ 1/4 ഇഞ്ചിൽ നിന്ന് ഇവിടേക്ക് നമ്മളൊരു ഷേപ്പ് കൊടുക്കണം. ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കണം. ഇതാണ് നമ്മളിങ്ങനെ വെട്ടിയെടുക്കുന്ന കോളർ സ്റ്റാൻഡ്. നമുക്ക് കോളർ സ്റ്റാൻഡ് ഇങ്ങനെ വെട്ടിയെടുക്കാം. മുകളിൽ നിന്ന് ഇതാണ് കോളറിൽ സ്റ്റാൻഡ്. കോളർ നമുക്ക് ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം. നമ്മൾ ഈ 1/4 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തിയേക്കുന്ന പോയിന്റിലേക്ക് വെട്ടുന്നില്ല. ഇങ്ങനെയാണ് കോളർ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു കുഞ്ഞ് പീസ് ഇത് മാതിരി ഇവിടെ കോളറിൻ്റെ മുകളിൽ ഇങ്ങനെ മറിഞ്ഞ് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു പോയിൻ്റ് 1/4 ഇഞ്ചില്ല, 2 പോയിൻറ്റിൽ ഇങ്ങനെ അടിച്ച് ഒരു കഷ്ണം പീസ് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തേച്ചെടുക്കണം. തേച്ചെടുത്തിട്ട് വേണം നമുക്ക് ഇത് അപ്പുറവശത്ത് നിന്ന് ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. നമുക്ക് ഇത് തേച്ചിട്ട് കാണാം. അപ്പോൾ നമ്മളിനി ഇതിങ്ങനെ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ മടക്കി വെച്ച ഭാഗത്തിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് വേണം നമ്മളിങ്ങനെ തേച്ചെടുത്തിട്ട് ഈ മടക്ക് വരുന്ന ഭാഗത്ത് വേണം നമ്മൾ അപ്പുറവശം ഇതിൻ്റെ ഒരു പാർട്ട് കൂടി വെട്ടിയെടുക്കുന്നുണ്ടല്ലോ, അതിങ്ങനെ ഒട്ടിക്കാനായിട്ട് ഞാൻ ഇങ്ങനെ അത് കട്ട് എടുത്തതിന് ശേഷം നമ്മളിതിങ്ങനെ വച്ചതിന് ശേഷം ഒരു പീസ് കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്.
ഈ ഭാഗം കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ നീല കളറാണ് നമ്മുടെ ഒരു വശം പട്ട, അതായത് പുറത്തേക്ക് കാണുന്ന ഈ സ്റ്റാൻഡിന്, കോളർ സ്റ്റാൻഡിന് വരുന്നത്. നമുക്കിങ്ങനെ വച്ച് വേണം ഒട്ടിക്കാൻ. കോളർ സ്റ്റാൻഡ് നമ്മളിങ്ങനെ വെട്ടിയെടുത്തിട്ട് അതുപോലെ തന്നെ അകത്തോട്ടുള്ള പീസ് നമ്മൾ ഈ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ട് അകത്തോട്ടുള്ള പീസും കൂടി വെട്ടിയെടുക്കുകയാണ്. ഞാനിത് 2 പീസ് വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പോക്കറ്റ് നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. മൊത്തം ലെങ്ത്ത് ഒരു 5.5 എടുത്തിട്ടുണ്ട്. 5.5 എന്ന് പറയുമ്പോൾ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു 4.5 ഇറക്കം ഒരു 6 ഇഞ്ച് എടുത്തിട്ടുണ്ട്. കാരണം അടിയിൽ 1/2 ഇഞ്ച് മടങ്ങി പോവാൻ. മേളിൽ നമ്മളൊരു പീസ് വെച്ച് അടിക്കുന്നുണ്ട്. ഒരു 5 ഇഞ്ചിൽ എവിടെയും സൈഡൊക്കെ അടിച്ചു പോകുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഇതിങ്ങനെ മടക്കി വെച്ച് അടിച്ചു വരുമ്പോൾ കറക്റ്റായിരിക്കും. പാകത്തിന് തന്നെ വെച്ച് മടക്കി ഇവിടെ നമ്മൾ തേച്ച് കൊടുക്കണം. ഇതിനൊരു കുനിപ്പ് ഇവിടെ വരണം.
ഇങ്ങനെ. അതിന് ശേഷം ഇവിടെ ഇങ്ങനെ മടങ്ങി ഇത്രയും ഭാഗം ഇങ്ങനെയാണ് പോക്കറ്റിൻ്റെ. ഈ മൂല ഒരു ഇച്ചിരി കൂടി ഒരു കുനിപ്പ് ഇവിടേക്ക് വരുത്തണം. ഇതിന് ശേഷം ഇതിങ്ങനെ വച്ചടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇത് കറക്റ്റാക്കി വേണം അടിച്ച് കൊടുക്കാനായിട്ട്. നമ്മളിങ്ങനെ ഒരു പീസ് കൂടി വെച്ച് അടിച്ച് മറിച്ചെടുത്തു. അത് വീഡിയോയിൽ ഓണാക്കിയിട്ടുണ്ടായില്ല വീഡിയോ. ഞാൻ വേറൊരു ഷർട്ട് കൂടി തയ്ക്കുന്നുണ്ട്, ആ വീഡിയോയും കൂടി ഇട്ടേക്കാം. ഇങ്ങനെ മറച്ചിട്ട് നടുഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് തയ്ക്കുന്ന വീഡിയോ ഇത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ആദ്യം തന്നെ ഇതിൻ്റെ നടുവശം നമ്മൾ വീണ്ടും വെച്ച് കൊടുക്കണം. കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നടുക്കൊരു വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ തുണിയുടെയും നടുക്കൊരു നോച്ച് അങ്ങനെ കൊടുത്തേക്കാം. കറക്റ്റായിട്ടതൊന്നും ചെറിയൊരു കോഞ്ഞാറിലോ കാര്യങ്ങളൊന്നും പാടില്ല. അത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മളിങ്ങനെ രണ്ട് വശത്തേക്കും ഇങ്ങനെ ചെരിച്ച് വെട്ടിയിട്ടുണ്ട്. താഴത്തോട്ട് വെട്ടിയാണ്, ഇത് മേളിലോട്ട് വെട്ടിയിട്ടുണ്ട്. മേളിലോട്ട് വെട്ടിയത് നമ്മുടെ ബോഡിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ഭാഗമാണ് ഇങ്ങനെ മേളിലോട്ട്. അത് താഴത്തോട്ട് 4 ഇഞ്ച് വെട്ടിയിരുന്നത് മുകളിൽ കോളറായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഇത് വയ്ക്കുമ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ട് തന്നെ വേണം വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ആകെ തല തിരിഞ്ഞു പോകും. എനിക്ക് ഈ നീലകൾ രണ്ടും ഒരു സൈഡിൽ തന്നെ വരണം. അപ്പോൾ അതെങ്ങനെ വേണം എന്ന് വെച്ച് ഇങ്ങനെ അടിക്കണം. കണ്ടോ, എന്നാലാണ് ഈ നീല നമ്മൾ അടിച്ച് വരുമ്പോൾ ഇതിങ്ങനെ തന്നെ വരുള്ളൂ. അത് നല്ലോണം ശ്രദ്ധിച്ച് വേണം വയ്ക്കാനായിട്ട്. ഇങ്ങനെ നീങ്ങിപ്പോകുന്നുള്ളവർക്ക് ഇവിടെ ഒരു ഒട്ടുസൂചിയോ എന്തെങ്കിലും വെച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ 4 ഇഞ്ച് മതി. നമ്മൾ കൂടുതൽ വെച്ച് ഇത് ചെയ്തേക്കുന്നതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയണം. നമുക്ക് അടിക്കാനുള്ള 4 ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് ചെയ്തെടുക്കാം. ഇത്രയും മതി. ഇത് കറക്റ്റായിട്ടിരുന്നില്ലെങ്കിൽ ഒരു സൈഡ് കയറി ഒരു സൈഡ് ഇറങ്ങിയിരിക്കും. ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഇവിടെ ഒരു മുട്ട് സൂചിക്ക് കുത്തി വയ്ക്കുക. നീങ്ങി പോവാതിരിക്കാനാണ്. സെൻറ്ററുകൾ തമ്മിൽ തെന്നി മാറി പോവാതിരിക്കാൻ ഞാനൊരു ഇങ്ങനെ ഒരു കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതെല്ലാം കറക്റ്റായിട്ട് പിടിച്ച്
ഇവിടെ നിന്ന് അടിച്ചു തരും. കുത്തി നിർത്തിയ ശേഷം ഇതിലേക്ക് കയറി പിടിക്കാതെ അടിക്കണേ. ഇതിൻ്റെ വൺ സൈഡ് ഫൂട്ട് തിരിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റിയില്ലായിരുന്നു ആദ്യം. അതൊക്കെ അടിച്ചു പോയായിരുന്നു. ഞാൻ മാറ്റിയിട്ടില്ലായിരുന്നു ഫൂട്ട്, അത് കാരണമാണ്. നമ്മളിവിടെ കെട്ടിട്ട് നിർത്തിയതിന് ശേഷം നമ്മൾ തിരിച്ച് മറിച്ചിട്ട് നോക്കാം കറക്റ്റായിട്ടുണ്ടോയെന്ന്. ഇതെങ്ങനെ മറിച്ചിട്ട് കൂർമ്മനുള്ള എന്തെങ്കിലും സാധനം വെച്ച് ഇവിടെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കിട്ടും. കണ്ടോ, ഇങ്ങനെയാണ്. നമുക്കിതൊന്ന് തേച്ചെടുത്തിട്ട് വരാം. നമ്മളിതിങ്ങനെ അടിച്ച് മറിച്ച് തേച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിങ്ങനെ രണ്ട് കഴുത്തിൻ്റെ കൂടെ വെച്ച് നടുഭാഗത്ത് വെച്ച് അറ്റാച്ച് ചെയ്ത് ഇതിങ്ങനെ കൊണ്ടുവരികയാണ്. മക്കൾ സ്കൂൾ വിട്ട് വരുന്നുണ്ട്. എൻ്റെ ഒച്ചപ്പാടൊക്കെയാണ് കേൾക്കണത്. അവർക്ക് 2:30 ആകുമ്പോൾ ക്ലാസ് കഴിയും. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ച് ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് എന്താ. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് ചായ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ തയ്ക്കാതിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് കറക്റ്റായിട്ട് അടിച്ചു വന്നു. തിരിച്ചു വെച്ച് അതുപോലെ തന്നെ തിരിച്ച് നമ്മൾ അടിച്ചു പോരാണ്.
നടുക്ക് വരെ ഒരു സ്റ്റിച്ചും കൂടി നമ്മൾ കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളതിൻ്റെ അകത്തേക്ക് വെച്ച് ഇപ്പോൾ നമ്മൾ കോളറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കോളറെല്ലാം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞു. അതിനകത്ത് കുറച്ച് വീഡിയോയിൽ കോളർ അടിച്ചതിൻ്റെ ഇത്രയും ഭാഗം കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ അടുത്തൊരു ഷർട്ടും കൂടി തയ്ക്കാണ്ട് കോളർ അടിക്കുന്നത് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. ഞാൻ അടിച്ചെടുത്തു. അതിന് ശേഷം കൈ ഇടയ്ക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഓണാക്കാൻ വിട്ടുപോവാണ്, അതാണ് പറ്റിപ്പോകുന്നത്. കൈക്ക് നമുക്ക് ഇങ്ങനെ ഒരു പീസ് വെച്ച് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ വയ്ക്കാം. അതിന് ശേഷം നമുക്കിതിങ്ങനെ അടിച്ചു പോകാം. ഒരേപോലെ വീതിയിൽ വരാൻ പാകത്തിന് ഇത് അകത്തോട്ട് വെച്ചതിന് ശേഷം ഒരേ വീതിയിൽ വരാൻ പാകത്തിന് അടിച്ചു പോകണം.
നന്ദു നന്ദുവേ, നന്ദു പഠിത്തം കഴിഞ്ഞാ? ഏത് ചെയ്യാണ്? വേഗം പോയി കുളിച്ചിട്ട് വന്നേ. ഉണ്ണിക്കുട്ടാ, നീ എടുത്തു വെച്ചേ. മതി മതി, കുറച്ചു നേരമൊക്കെ കളിക്കാൻ വന്നിട്ടുണ്ട്, അത് മതി. വേറെ ഒന്ന് പഠിക്കേ. നമ്മൾ കൈയൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൈയുടെ മാർക്കിങ് നടുഭാഗത്ത് വെച്ച് നോച്ചിങ് കൊടുക്കുക. കൈയുടെ നടുഭാഗത്ത് വെച്ചൊരു നോച്ചിങ് കൊടുക്കുക. രണ്ടു കൂടി അറ്റാച്ച് ചെയ്യും. നമുക്ക് ഈ ബ്ലാക്ക് നൂലൊന്ന് മാറ്റി കൊടുക്കാം. ഇത് രണ്ടും അറ്റാച്ച് ചെയ്യാം. കൈ ഇങ്ങനെ നേരെ വെച്ച് അറേഞ്ച് ആണെങ്കിൽ അറേഞ്ച്, നമ്മൾ അറേഞ്ച് ആണ് ഇട്ടിരുന്നത്. അറേഞ്ച് അടിച്ച് നടുവന്ന് നിർത്തുക.
അതിന് ശേഷം നമുക്കൊന്ന് അളന്ന് നോക്കാം. 6 ഇഞ്ചാണ് നമുക്ക് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നത്. കറക്റ്റ് 6 ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ അടിച്ചിട്ട് കാണാം. നമ്മളിനി സൈഡ് കൂട്ടാൻ പോവാണ്. നമ്മൾ ആദ്യം തന്നെ നേരെ ഇട്ടതിന് ശേഷം നമ്മൾ മാർക്കിങ് എവിടെയൊക്കെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ മാർക്കിങ്ങുകളൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുകയാണ്. കൈയുടെ താഴെ 5 ഇഞ്ചാണ് മാർക്ക് കൊടുത്തിരുന്നത്. 5 ഇഞ്ച്. ചെസ്റ്റിൻ്റെ അവിടെ 9 ഇഞ്ചാണ് മാർക്ക് കൊടുത്തിരുന്നത്. എന്തിനാ എന്നിട്ട് അപ്പോൾ നമ്മൾ സൈഡ് ഇങ്ങനെ അടിച്ച് നേരെ ഇവിടെ താഴെ നമുക്ക് 9.5 അവിടെ മാർക്ക് ചെയ്യാം. ഇച്ചിരി ലൂസ് ഇട്ടുണ്ടായി താഴെ. അതുപോലെ തന്നെ അപ്പുറ സൈഡും അടിക്കുക. ഇത്രയും ഇതുപോലെ തന്നെ വെച്ച് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ സൈഡുകളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 2 സൈഡും അടിച്ചു. ഇനി ഒന്ന് തേച്ചതിന് ശേഷം വേണം നമ്മൾ അടി മടക്കി അടിക്കാനായിട്ട്. അപ്പോഴാണ് കറക്റ്റായിട്ട് മടങ്ങി കിട്ടുള്ളൂ. ഇത് ഇവിടെ ലോക്കൊക്കെ ചെയ്യണം. കൈയൊക്കെ നമ്മൾ ലോക്ക് ചെയ്തായിരുന്നു. ഇത് ലോക്ക് ചെയ്തിട്ട് വേണം മടക്കി അടിക്കാൻ. നമ്മൾ വേണമെങ്കിൽ ആൺപിള്ളേർ ഷർട്ട് അടിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മടക്കി അടിച്ച് ഇത് ചെയ്യാം. പക്ഷേ ഇത് ഇച്ചിരി എങ്ങാൻ ലൂസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ പറ്റില്ല അങ്ങനെ അടിക്കുന്നത്. അപ്പോൾ നമ്മൾ തുമ്പത്തേക്കിട്ട് ഇട്ട് കറക്റ്റായിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ അടി എല്ലാം തേച്ച് കറക്റ്റാക്കി കൊണ്ടതിന് ശേഷം അടി ഇങ്ങനെ മടക്കി അടിക്കണം. നിറഞ്ഞെന്ന് പറയാടിയേ. എല്ലാം അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മക്കൾ വീട്ടിലുള്ള ആളുണ്ട്. ചില അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അവർ അവിടെ കിടന്ന് പഠിക്കുന്നതും ഒച്ചെടുക്കുന്നതൊക്കെ ആയിട്ടുള്ള. നമ്മളിങ്ങനെ വച്ച് നോക്കാം കറക്റ്റാണോ എന്ന്. അത് കറക്റ്റാണോ കിട്ടിയേക്കണേന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. അല്ല, എല്ലാം കറക്റ്റാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി ഞാൻ ബട്ടൺ അടിച്ച് വരുമ്പോൾ നമുക്ക് ഷർട്ട് ഉണ്ടാവുന്നത്. അപ്പം ഇനിയിപ്പോൾ ബട്ടന് നമ്മൾ ഇവിടെ ഒരു ഹോളിനടിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട്
പിന്നെ ഇതിൻ്റെ നടുഭാഗം കാണുക. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരു ബട്ടൺ. പിന്നെ നമുക്ക് ഇങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇതാണ് ബട്ടണ് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത്. കറക്റ്റ് അളവിൽ മാർക്ക് ചെയ്യണം. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ബട്ടൺ കൊടുക്കണം. കുറച്ച് ഇറങ്ങിയിട്ട്, സോറി, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ചിൽ ഒരു ബട്ടൺ കൊടുക്കണം. വീണ്ടും അടുത്ത 3 ഇഞ്ചിൽ, 3 അല്ലെങ്കിൽ 3.5 ഇഞ്ചിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് മുകളിൽ 3 ഇഞ്ചാണ് കൊടുത്ത്, പിന്നെ 3.5 ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കറക്റ്റായിട്ട് അളവ് പറയുകയാണെങ്കിൽ. ഇത് ഞാൻ മടക്കി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ബട്ടൻ്റെ ആയത് ഓർത്തില്ല. വീണ്ടും ഒരു 3.5 ഇഞ്ച് താഴത്തേക്ക് വീണ്ടും ഒരു ബട്ടൺ. വീണ്ടും അവിടെ നിന്ന് താഴേക്ക് 3.5 ഇഞ്ച് ഒരു ബട്ടൺ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാർക്ക് ചെയ്ത് മാച്ച് കളയണം. വീണ്ടും അവിടെ നിന്ന് 3.5 ഇഞ്ച്. ഈ ബട്ടൺ കൊടുത്തില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല. അടിയിൽ ഇത് ഇഞ്ച് ചെയ്ത് വാങ്ങണ്ടായിരിക്കില്ലേ. പിന്നെ ബട്ടൺ അടിക്കുന്ന ചേട്ടന്മാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരാറുണ്ട്. നമ്മൾ സ്ഥിരം ചെയ്യുന്നില്ല. യൂണിഫോം വരുമ്പോഴാണ്. പിന്നെ ആണുങ്ങളുടെ കുർത്തയൊക്കെ ഞാൻ അടിക്കാറുണ്ട്. കുർത്ത അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടിക്കാറുണ്ട്. ഷർട്ട് എപ്പോഴും അടിക്കലില്ല. ഇവിടെ മകനായാലും അടിച്ചു കൊടുക്കണമൊന്നുമില്ല. നമ്മൾ റെഡിമെയ്ഡ് മേടിക്കലാണ്. ഇങ്ങനെയാണ് നമ്മൾ ഷർട്ട് അടിച്ച് എളുപ്പത്തിൽ ഷർട്ട് അടിച്ച് തീർക്കാം. ഷർട്ട് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഏത് ഷർട്ടായാലും, യൂണിഫോം ആയാലും, നമ്മൾ സാധാരണ ഷർട്ടായാലും. പിന്നെ എല്ലാവരും റെഡിമെയ്ഡ് എടുക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ അടിക്കാൻ മെനക്കെടുന്നില്ല എന്ന് മാത്രം. നമ്മുടെ പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം നമുക്കിവിടെ നിന്ന് നമ്മുടെ ഇടത് സൈഡിലാണ് പോക്കറ്റ്. ആൺകുട്ടികൾക്ക് അറ്റാച്ച്, ആൺകുട്ടികൾക്കല്ല, എല്ലാവർക്കും പോക്കറ്റ് ഇടത് സൈഡിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് കറക്റ്റാക്കി ഇടാം. ഒരു 5.5 ഇഞ്ചിൽ നമുക്കിവിടെ പോക്കറ്റ് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് ഒരു 1.5, മൊത്തത്തിലൊരു 1.5-2 ഇഞ്ചൊക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ഇഞ്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഒരു ഇതിനൊക്കെ കോളറിനൊക്കെ വച്ചേക്കുന്ന ഒരു പടി പോക്കറ്റിനും വേണം. നമ്മളതിങ്ങനെ ഇങ്ങനെ വച്ച് അടിച്ചു കൊടുക്കാം. മടക്കി വയ്ക്കുക.
ഈ തുമ്പ് മടക്കി വെച്ചതിന് ശേഷം നമ്മളിവിടെ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിൽ മടക്കി വെച്ചിട്ട് ഇവിടെ വെച്ചിങ്ങനെ അടിച്ചു പോവാണ്. ഇവിടെ ഒരിച്ചിരി ഗ്യാപ്പിട്ടതിന് ശേഷം നമ്മളിങ്ങനെ മടക്കി വയ്ക്കുകയാണ്. ഇങ്ങനെ വരുന്ന ഈ നൂലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം പോക്കറ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇങ്ങനെ നിവർത്തി നേരേക്ക് ഇടുക. ഇവിടേക്ക് അങ്ങനെ എന്തെങ്കിലും തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ തയ്യൽത്തുമ്പൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് നീക്കിയതിന് ശേഷം വേണം നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കാനായിട്ട്.
അങ്ങനെ നമ്മൾ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞ് ഇവിടെ ഒരു ഇച്ചിരി ഒരു കോഞ്ഞാടൽ പോലെയുണ്ട്. അത് തേച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ആവേണ്ടതാണ്. അതല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ഇച്ചിരി കൂടി ഇറക്കി ഇങ്ങനെ വെച്ചടിക്കണം. ചെറിയൊരു ആ മൂല ഇവിടെ വരുത്താൻ ശ്രമിച്ചതാണ്, പക്ഷെ നടന്നില്ല. തേച്ചത് ഇച്ചിരി കയറിപ്പോയായിരുന്നു. അപ്പം അത് കറക്റ്റാക്കി അടിക്കണം. അപ്പം നമ്മളിത് ഇങ്ങനെ പോക്കറ്റ് ഇച്ചിരി ചെറുതാക്കി കൊടുത്തു കേട്ടോ. വലിപ്പം കൂടിയായിട്ട് തോന്നിയായിരുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മടക്കി അടിച്ചു. അപ്പോൾ കറക്റ്റ് വി ഷേപ്പിൽ തന്നെ കിട്ടി. ഇത്രയും വി വേണ്ട യൂണിഫോമിന്, പക്ഷെ ഞാനതൊരു ഇച്ചിരി കട്ട് ചെയ്ത് ഇങ്ങനെ കുർമിച്ചടിച്ചു മാത്രം. ആയി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് ഓളെന്ന ഓപ്ഷനിൽ ഒന്ന് അമർത്തുകയാണെങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോകളൊക്കെ നമ്മൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.